നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നാളെ എമ്പുരാൻ റിലീസാകാൻ പോവുകയാണ്. ഇന്ന് എന്തായാലും തുടരും എന്ന സിനിമയുടെ ട്രെയിലറും റിലീസായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റിയാക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യാം. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? കുണൂണാന്നാ. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. இந்த தாடி யாருக்கடா பிரச்சனை? എന്താണ്? എത്ര എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. നീ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം വട്ടം കറങ്ങും. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാർ, എന്റെ കാർ കിട്ടൂല. കിളി പോവും. അന്ത ആൾക്ക് കാറ് കയ്യിലെ കെട്ടിയാ കിളി പോവും. മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. ഓക്കെ, അപ്പം ഗൈസ് നിങ്ങൾ കണ്ടു ഇപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഓവറോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം, ഇതൊരു കോമഡി ഫാമിലി ഡ്രാമ പോലൊക്കെ തുടങ്ങിയിട്ട് പിന്നീട് മുമ്പോട്ട് ഒരു ത്രില്ലർ സംഭവത്തോട്ടൊക്കെ പോകുന്നതായിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. കാര്യം ഓൾറെഡി തന്നെ എനിക്കൊന്ന് മോഹൻലാൽ ഈ അടുത്തൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുടരും ഏകദേശം ഒരു ദൃശ്യം പോലെയൊക്കെയുള്ള സിനിമയാണെന്ന്. അപ്പം അതിൻ്റെ അതിലും ദൃശ്യത്തിൽ നമുക്കറിയാം ഒരു ത്രില്ലർ ഫാമിലിയുടെ ഒക്കെ ഒരു മിക്സ് പ്രോപ്പറൊക്കെ നമുക്ക് അതിൻ്റെ അതിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിലും ഏകദേശം ആ രീതിയിൽ എന്തൊരു ഒരു ഐറ്റം ആയിരിക്കും വരാൻ പോകുന്നത്. ഈ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ പുള്ളിക്ക് അയാളുടെ കാറിനടുത്ത് ഒരുപാട് ആത്മബന്ധമുണ്ട്. പിന്നെ അതിനുശേഷം മേ ബി ആ കാറെല്ലാം മോഷ്ടിക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്നതോ പിന്നെ അതിനുശേഷം അയാൾ ആ കാർ ഇങ്ങനെ തിരിച്ചെടുക്കും എന്നുള്ള സംഭവങ്ങളായിരിക്കാം എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നുന്നത്. മേ ബി ഇത് ചിലപ്പോൾ നമ്മളൊന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമായിരിക്കും ഇത് ഒരു പക്ഷേ ഇതിനെക്കാട്ട് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ചിലപ്പോൾ സിനിമയ്ക്കകത്ത് ഉണ്ടാവും. പക്ഷേ കാറും ഇയാളും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമുണ്ടെന്നുള്ളത് നമുക്ക് ത്രൂ ഔട്ട് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാര്യം ഇയാൾ കാറിലേക്ക് ഇങ്ങനെ എന്താ ഹാൻഡ്സ് ഒന്നും ഉപയോഗിക്കില്ലെന്ന് പറയുന്നതും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരിരുന്ന കാറാണെന്നും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് എൻ്റെ ഫാമിലിയുടെ ഒരു ബന്ധവും അതുപോലെ ശോഭനയും മോഹൻലാലും തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര കോമിക്കലായിട്ടുള്ള, അതായത് ഇപ്പം മീനയും മോഹൻലാലും ദൃശ്യത്തിൽ എങ്ങനെയായിരുന്നു ആ രീതിയിലൊരു കെമിസ്ട്രി നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഓവറോൾ ഇതൊരു എനിക്കത് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു ഫാമിലി സംഭവം പോയിട്ട് പിന്നീട് ഒരു ത്രില്ലർ സംഭവത്തിൻ്റെ ഗിയർ മാറ്റുന്നതൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മോഹൻലാലിൻ്റെ ഒരു എക്സ്പ്രഷൻ സംഭവം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര പഴയ രീതിയിൽ അതായത് ബ്രഹ്മരത്തിലെ അല്ല ആ രീതിയിലൊരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായേക്കാം. ഓഫ് കോഴ്സ് തരുൺ മൂർത്തിയാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം പുള്ളി എങ്ങനെയൊക്കെയോ ഏതൊക്കെ രീതിയിൽ മോഹൻലാലിൻ്റെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്ന് തീർച്ചയായിട്ടും അദ്ദേഹം ശ്രമിക്കുന്നതാണ്. പിന്നെ അതുപോലെ മോഹൻലാലിൻ്റെ പഴയ കുറേ ഐറ്റങ്ങളൊക്കെ നമുക്ക് കാണാം. പുള്ളിയുടെ ഞെട്ടുന്ന എക്സ്പ്രഷൻസ് അങ്ങനത്തെ പല കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്കൊരു മോഹൻലാലും ശോഭനയും തമ്മിലുള്ള സീനുകൾക്ക് ഒരുപാട് നല്ല കോമഡി വരാൻ സാധ്യതയുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ കൂട്ടുകാരായിട്ട് കാണിച്ചിരിക്കുക മലയമ്പുഴ രാജുവിനെയാണ്. അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടാവും. പിന്നെ ബിനു കപ്പു അങ്ങനെ പല ആൾക്കാരും ഇതിൻ്റെ അതിൽ വന്നിട്ടുണ്ട്. അപ്പം ഒരു മൊത്തത്തിലൊരു ഫൺ ഫാമിലി ത്രില്ലർ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതിൽ ടുവേർഡ്സ് ക്ലൈമാക്സിൽ നമുക്കറിയാം പല ട്രെയിലർ കാണുമ്പോൾ ഫസ്റ്റ് ഒരു ഹാപ്പി മൂഡൊക്കെ വന്നിട്ട് പിന്നെ ത്രില്ലർ പോർഷൻസ് കാണിക്കും, ഭയങ്കര ഒരു ബീജിയമൊക്കെ എത്തിയതാക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ശ്രദ്ധിച്ചാൽ മതി പല ഒന്ന് കാറിൻ്റെ സൗണ്ട്, പിന്നെ ഗ്യാസ് കുറ്റി ഉള്ളുന്ന ആ ഒരു സൗണ്ട്, പിന്നെ ഈ തെയ്യത്തിൻ്റെയൊക്കെ കുറേ സൗണ്ട്, അങ്ങനത്തെ കുറേ സൗണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ
ഒരു സൗണ്ടും മ്യൂസിക്കും തമ്മിലൊരു ഭയങ്കരമായിട്ടൊരു ബന്ധമൊക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് സിനിമോട്ടോഗ്രാഫി ഞാനൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തരുൺ മൂർത്തിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. എന്തായാലും തീർച്ചയായും പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിന് ലാസ്റ്റ് 3 ഇറങ്ങിയ സിനിമകളും അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഒരു നല്ല സിനിമയാകട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തെങ്കിലും കൂടുതൽ സിനിമ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.